വീക്കെൻഡ്സിൽ എന്നും 11-12 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്ന ഞങ്ങൾ ഇപ്പോൾ സാറ്റർഡേ സൺഡേസിൽ നേരത്തെ 6 മണി 6:30 എഴുന്നേറ്റ് മീൻ വാങ്ങിക്കാൻ പോകും കേട്ടോ. ഈ വീക്ക് ഞങ്ങൾ വന്നതും ലാസ്റ്റ് വീക്ക് വന്ന അതേ സെയിം മീൻ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ലാസ്റ്റ് വീക്ക് ഞാൻ ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പർലി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അവിടുത്തെ മീൻ കാണാനുള്ള ആഗ്രഹം തയ്യാറ്. ഇന്നൊരു രക്ഷയില്ലാത്ത മീനും ഒരു രക്ഷയില്ലാത്ത ആൾക്കാരുമായിരുന്നു. ഒത്തിരി തിരക്കും ഒത്തിരി മീനും, അതായിരുന്നു ഇന്നത്തെ അവസ്ഥ. അന്ന് വന്നതിനേക്കാളും നേരത്തെയാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മീനും അത്രയും പോലെ ഇട്ട് വെച്ചേക്കായിരുന്നു. അതുപോലെ തന്നെ റേറ്റും പുറത്തുള്ള മാർക്കറ്റിനേക്കാളും ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഞണ്ടൊക്കെ ഉണ്ടല്ലോ, കൂട്ടായിട്ട് ഇങ്ങനെ കുന്നുപോലെ ഇട്ട് വെച്ചേക്കാം. ഇതിനൊക്കെ 200-250 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ മീനാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കുമ്പം കുറേ എല്ലായിടത്തും ഒരേ റേറ്റാണ്, പക്ഷെ ചിലയിടത്ത് ഫ്രഷ്നെസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഇതിനുണ്ടായിരുന്നത് 400 രൂപയാണ് കേട്ടോ. അത് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് നമുക്ക് തന്നെ മീന് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാം. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെടുത്ത് തരാം, ഞങ്ങളത് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അപ്പോഴും ഫ്രഷൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാനും വിവിയും കൂടാണ് കേട്ടോ മീൻ സെലക്ട് ചെയ്ത് കൊടുത്ത്. ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് തന്നാൽ മതി. ഇവിടെ കടൽ മീൻ മാത്രമല്ല, നമ്മളെ പുഴമീൻ, ഡാം മീൻ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ കറ്റ്ലയും പിന്നെ അതുപോലെ ചെമ്മീനും വാങ്ങിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ചെമ്മീനും കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞണ്ടാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞണ്ട് നല്ല വലുതും, അതുപോലെ ഈ ഞണ്ടിന് കിലോ 500 രൂപയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുറച്ച് വലിയ ഞണ്ട്. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച മീൻ രണ്ടും വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെറുതെ ഓരോ കടകളൊക്കെ കണ്ട് ഇന്നിവിടെ കൂന്തൽ ഞണ്ടൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നെയ്മീൻ ഉണ്ടായിരുന്നു, നല്ല വലിയ സൈസ്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിനെക്കാട്ടും വലിയ സൈസ് നെയ്മീനാണ് കേട്ടോ. ഇതാണ് കേട്ടോ. ഇതും നല്ല ഫ്രഷ് ആയിരുന്നു. കിലോ 1000 രൂപയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ടാണ് വാങ്ങിക്കുന്നത്. ആരെങ്കിലും ഫാമിലീസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തന്നെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഞങ്ങളിത് കട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. ലാസ്റ്റ് ടൈം 3 മീൻ വാങ്ങിച്ച് ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം 2 വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പം കവറൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ കാണുന്ന കടയുണ്ടല്ലോ, അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കവറൊക്കെ. ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കി നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും കേട്ടോ. ഇത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഒരു മെറൈൻ ഡ്രൈവിൻ്റെ ടച്ചും അതുപോലെ ഒരു കായലിൻ്റെ ടച്ചും ഒക്കെ വരുന്നൊരു പ്ലേസാണ് ഇത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ചായ കുടിക്കാനാണ്. ഇവിടെ പഴംപൊരി കിട്ടുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് പഴംപൊരിയും ചായയും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിവി പരിപ്പോട വാങ്ങിച്ചതിൽ അതിനകത്ത് ഞാൻ കൈയിട്ട് വരയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ചക്കനുള്ള പാർസൽ വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോയിരിക്കുന്നത്. എനിക്ക് ചെറിയുള്ളി വെല്ലുള്ളിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ചെന്നിട്ട് ഞാൻ ചെറിയുള്ളി വെല്ലുള്ളിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നു. നമുക്കധികം വൈകാതെ തന്നെ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ